നമ്മൾ നോക്കുന്നത് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ഫേജ്. ഇത് എക്സാമിന് വരുന്ന ഭാഗമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തുണ്ട്. 2 കൊല്ലമായിട്ടത് ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിക്കാം, ഇനി ചോദിക്കാം. അപ്പോൾ ഇത് 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 5 വെയിറ്റേജിനൊക്കെ ചോദിക്കാറുണ്ട്. ഓരോ വെയിറ്റേജിന് ചോദിക്കുമ്പോഴും ഇപ്പോൾ ചില കേസ് ഇപ്പോൾ 2 വെയിറ്റേജിനാണെന്നുണ്ടെങ്കിൽ ലൈറ്റിക്കും ലൈസോജനിയും അതങ്ങനെ ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റിക് ആൻഡ് ലൈസോജനിന്ന് ചോദിക്കാം 2 വെയിറ്റേജ് ഒക്കെ ആണെങ്കിൽ. 3 വെയിറ്റേജിനാണെങ്കിൽ മൊത്തമായിട്ട് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ ഫേജ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. SC ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഈ നോട്ട് എന്ന് പറയണത് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് മാത്രം തരുന്ന നോട്ടാണ്. അതായത് MSCയുടെ ഇതിന് ഇത് മതി, പക്ഷേ നിങ്ങളൊരു നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇനഫല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഇത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് ഇപ്പോൾ ഞാനിവിടെ ജീനോം പറയുമ്പോൾ എല്ലാ ജീനോമിൽ വരുന്ന എല്ലാ പോർഷൻസിനെ പറ്റിയിട്ടൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും എഴുതാൻ വേണ്ടിയിട്ട്. ഒരുപാട് വരുമ്പോൾ നിങ്ങൾക്ക് ടൈം അത് മാനേജ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തന്നതാണ്. നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് റെപ്ലിക്കേഷൻ പറഞ്ഞ സമയത്ത്, മോഡൽസ് ഓഫ് റെപ്ലിക്കേഷൻ പറഞ്ഞ സമയത്ത് നമ്മളൊരു 4 ടൈപ്പ് റെപ്ലിക്കേഷൻ പഠിച്ചിരുന്നു. അതിൽ രണ്ടാമത് വരുന്ന റെപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂപ്പ്ഡ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ് ഫേജിൻ്റെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞിരുന്നു ഞാൻ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ആ റെപ്ലിക്കേഷനാണ് നോർമലി എന്ത് ചെയ്യാറ്, ഫേജിൻ്റെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഫേജ് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് 2 സ്ട്രാറ്റജിയാണ്. അതായത് ഫേജ് എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. ആ 2 സ്ട്രാറ്റജിയിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലൈസോജനിക് സൈക്കിൾ, രണ്ടാമത്തേന്ന് പറയുന്നത് ലൈറ്റിക് സൈക്കിൾ. അപ്പോൾ ഒരു ഫേജ് ലൈസോജനിലേക്ക് പോകണോ അല്ലെങ്കിൽ ലൈറ്റിക്കിലേക്ക് പോകണോ എന്നുള്ളത് ആ ഫേജിൻ്റെ മീഡിയം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുമ്പോൾ, അതായത് ലൈസോജനിക് സൈക്കിൾ മീൻസ് ഫേജ് എന്ന് പറയുന്നത് ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്നു. ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഫേജിൻ്റെ ജീനോം ബാക്ടീരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ബാക്ടീരിയയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്യുന്നു, ബാക്ടീരിയയുടെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ബാക്ടീരിയയുടെ ജീനോമും അതുപോലെ വന്നിട്ടുള്ള ഫേജിൻ്റെ ജീനോമും ഇപ്പോൾ ഒന്നായ പോലെ, അതായത് ബാക്ടീരിയയുടെ ജീനോമിലേക്കാണ് ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ജീനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫേജ് എന്ന് പറയും. എന്താ പറയുക, പ്രോഫേജ്. ഇനി ഈ ജീനോം ഇപ്പം നമ്മൾ ഫേജിൻ്റെ ജീനോം എവിടെയാണ് കിടക്കുന്നത്, ബാക്ടീരിയൻ്റെ ജീനോമിൻ്റെ കൂടെയാണ്. ഇനി ഈ ബാക്ടീരിയൻ്റെ ജീനോം റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ജീനോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആരുടെ ജീനോമും റെപ്ലിക്കേറ്റ് ചെയ്യും, നമ്മുടെ കയറിയിട്ടുള്ള ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്യും. അതാണ് ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുന്നത്. എന്താ ലൈസോജനിക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫേജ് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് അതിൻ്റെ ജീനോമിനെ എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ എൻ്റർ ചെയ്തിട്ടുള്ള ജീനോം ബാക്ടീരിയയുടെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ പ്രോഫേജ് എന്ന് പറയുന്നു. ആ പ്രോഫേജ് ഇപ്പോൾ പ്രോഫേജ് കണ്ടീഷനിലാണ് ബാക്ടീരിയൻ്റെ ഉള്ളിനകത്ത്. ഇനി ബാക്ടീരിയൻ്റെ ജീനോം റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ, അതായത് ബാക്ടീരിയൽ ജീനോം റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതതിൻ്റെ റെപ്ലിക്കേഷൻ എൻസൈമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ ഒരു ഫേജിൻ്റെ എൻസൈം യൂസ് ചെയ്തിട്ടല്ല ഇവിടെ റെപ്ലിക്കേഷൻ, ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്യുന്നത്, റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ബാക്ടീരിയയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബാക്ടീരിയയുടെ ജീനോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഫേജിൻ്റെ ജീനോമും അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരുടെ എൻസൈം വെച്ചിട്ടാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, ബാക്ടീരിയൻ്റെ എൻസൈം വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ബാക്ടീരിയൻ്റെ ജീനോം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്യുന്നു, റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഫേജ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈറ്റിക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫേജിൻ്റെ ജീനോം എൻ്റർ ചെയ്യുന്നു, ബാക്ടീരിയൻ്റെ സെല്ലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. പക്ഷേ എന്ത് നടക്കുന്നില്ല, ബാക്ടീരിയയുടെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേഷൻ നടക്കുന്നില്ല, ജോയിൻ ചെയ്യുന്നില്ല. അവർ എന്ത് ചെയ്യുക ചെയ്യണത്, ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഫേജിൻ്റെ ജീനോം ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ, ഫേജിൻ്റെ ജീനോം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് എന്താ ചെയ്യുന്നത്,
ബാക്ടീരിയേൻ്റെ പോളിമറൈസ് ഉപയോഗിച്ചിട്ട് ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്യുന്നു? റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ലൈറ്റിക് സൈക്കിൾ എന്ത് ചെയ്യണത്? നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൈസോജനി ലൈറ്റിക് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം അനുസരിച്ചിട്ടാണ്. അതായത് ഒരു ബാക്ടീരിയ കിടക്കുന്നത് ഏത് മീഡിയത്തിലാണ്? മീഡിയം മീൻസ് ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള മീഡിയ ആണോ അതോ ന്യൂട്രിയൻ്റ് വളരെ കുറഞ്ഞ മീഡിയ ആണോ എന്നനുസരിച്ചിട്ടാണ് ഒരു ഫേജ് ലൈസോജനിക് സൈക്കിളിലേക്ക് പോകണോ അല്ലെങ്കിൽ ലൈറ്റിക് സൈക്കിളിലേക്ക് പോകണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഈ ഫേജ് എന്ന് പറയുന്നത് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സ്ട്രാറ്റജി ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലൈസോജനിക് സൈക്കിളാണ്, ഒന്ന് ലൈറ്റിക് സൈക്കിളാണ്. 2 സൈക്കിളായാലും എങ്ങനെ നടക്കുള്ളൂ? ബാക്ടീരിയൻ്റെ ഉള്ളിൽ ചെന്നിട്ടേ നടക്കുകയുള്ളൂ. അങ്ങനെ ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് അല്ലെങ്കിൽ 2 സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ റെപ്ലിക്കേറ്റ് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് അവരെന്ത് ചെയ്യും? ഫേജിൻ്റെ ജീനോമ് ബാക്ടീരിയൽ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബാക്ടീരിയൻ്റെ ജീനോമ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്യുന്നു? റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ലൈസോജനിക് സൈക്കിൾ. ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഫേജിൻ്റെ ജീനോം ബാക്ടീരിയൽ സെല്ലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല? ഫേജിൻ്റെ ജീനോമും ബാക്ടീരിയൽ ജീനോം തമ്മിൽ ഇൻ്റഗ്രേഷൻ നടക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയേൻ്റെ എൻസൈം വെച്ചിട്ട് ഫേജിൻ്റെ ജീനോം എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതാണ് 2 സൈക്കിൾ എന്ന് പറയുന്നത്.